ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് മിലാനിലേക്കുള്ള ഫ്ലൈറ്റ്. മാമനും അച്ഛനും ഞാനും അമ്മയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ സ്ഥിരം എപ്പോഴും ഇരിട്ടി ഭാഗത്ത് പോയാൽ കഴിക്കുന്നൊരു ഹോട്ടലുണ്ട്. ഞങ്ങൾക്ക് അറിയുന്ന ആരുമായിട്ടൻ്റെ ഹോട്ടലാണ്. അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഇന്നും ഫുഡ് അടിച്ചത്. അവിടുത്തെ എല്ലാ സംഭവവും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കേണ്ട എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പല വീഡിയോ ക്ലിപ്സും ഇല്ല. ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആർട്ട് ഓഫ് ലിവിങ് സെന്ററിൽ പോയി, ഗുരുജീൻ്റെ അവിടെ. ബാംഗ്ലൂരിലെ ട്രാഫിക് പറയണ്ടല്ലോ, 1 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക്കിൽ തന്നെയായിരുന്നു. എയർപോർട്ടിൻ്റെ അടുത്ത് ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. 5 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. സോ 2 മണിക്കെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഒന്നാമത് എനിക്ക് ഉറക്കമില്ല, രണ്ടാമത് എനിക്ക് നല്ല കോൾഡും ആണ്. ഞാനൊരു സിട്രസിൻ അടിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയത്. മര്യാദയ്ക്ക് ഉറക്കം പോലും കിട്ടാണ്ടാണ് പിന്നെ എണീറ്റ് ഇത്രയും ട്രാവൽ ചെയ്തത്. മൊത്തത്തിൽ കിറങ്ങി അടിച്ച് നടപ്പായിരുന്നു. എനിക്കറിഞ്ഞൂടാ, ഇപ്രാവശ്യം പൊതുവെ വീട്ടിൽ നിന്ന് വരുന്നതിനേക്കാളും കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബെർലിനിലാണ് ലേ ഓവർ ഉള്ളത്, അതും 18 മണിക്കൂർ. ഈ 18 മണിക്കൂർ ലേ ഓവർ ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ഫുഡ് കൂപ്പൺ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നേ വരെ ഇന്ത്യക്ക് പുറത്ത് ലേ ഓവർ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് ലേ ഓവർ എടുക്കുന്നത്. അപ്പം അതിൻ്റെയും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കം ഒളുക കഴിച്ച പോലെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം കണ്ടു, ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. താഴത്തൊരു പ്ലേസ് ആണ് ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു ഉച്ച വരെ ഞാൻ കിടന്നുറക്കുമായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ അമ്മ അച്ഛൻ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ രാത്രിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫുഡ് കൂപ്പണിൻ്റെ കാര്യം പോയി നോക്കാന്നുള്ളത്. അങ്ങനെ ഫുഡ് കൂപ്പൺ നോക്കിയപ്പം ബർഗർ കിങ്ങിൽ നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബർഗർ കിങ്ങിൽ പോയിട്ട് ഇതൊക്കെ കഴിച്ചു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എയർപോർട്ടിൽ 6 hours മാത്രമേ വൈഫൈ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫോണിലെടുത്തു, പിന്നെ വേറൊരു ഫോണിലെടുത്തു വൈഫൈ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫൈ തീർന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, സമയം കളയണ്ടേ. വേറൊരു കഫേ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടൊരു ഗ്രീൻ ടീയും വാങ്ങിച്ച് അവിടെ അങ്ങനെ വൈഫൈയും കണക്ട് ചെയ്ത് കുറേ സമയം ഇരുന്നു. കാരണം വേറെ എന്ത് ചെയ്യും ഞാൻ ഇതിൻ്റെ അകത്തിരുന്നു. ഇനീഷ്യലി ട്രാൻസിറ്റ് വിസ എടുത്ത് പുറത്തു പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്ത കൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. എനിക്ക് വയ്യാത്ത കൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ളതും ഫുഡിൻ്റെയും ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 7 ഒക്കെ ആയപ്പോൾ ഞാൻ മിലാനെത്തി. പക്ഷെ ഇമിഗ്രേഷന് വലിയൊരു ക്യൂ ആയിരുന്നു. ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു എനിക്ക് ഇന്ന്. ഞാൻ ആദ്യം ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് സ്ട്രൈക്കാണ്, ട്രെയിൻ ഒന്നും ഇല്ലാന്ന്. പിന്നെയുള്ള ലഗേജ് ഒക്കെ തൂക്കിക്കൊണ്ട് ഞാൻ ബസ് സ്റ്റേഷനിൽ പോയി ബസ്സിൽ കയറി. ഒരു 9 മണിക്ക് കോളേജ് എത്താമെന്ന് വിചാരിച്ച ഞാൻ 12 മണിക്ക് എൻ്റെ റൂം മാത്രമേ എത്തിയുള്ളൂ.